ലോകപ്രശസ്തമായ ഒരു കൃതി ആൽക്കെമിസ്റ്റ്. അതിൽ വരുന്നൊരു ഉപകഥയുണ്ട്, ഒരു ഉപദേശ സ്റ്റോറിയാണ്. ആ ഉപദേശ കഥയും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയും തമ്മിൽ ഒന്ന് ചേർത്ത് വയ്ക്കാൻ നോക്കുകയാണ്. ആ കഥ എങ്ങനെയായിരുന്നു? ആനന്ദത്തിൻ്റെ രഹസ്യം അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് തേടി പോകുന്നൊരു ധനികനായ വ്യാപാരിയുടെ മകൻ പലരിടത്തും ചെല്ലുന്നു, പല ഗുരുക്കന്മാരെയും കാണുന്നു, പല ഉപദേശങ്ങളും അയാൾ നേടിയെടുക്കുന്നു, ജീവിതത്തിന് വേണ്ട പല ഉപദേശങ്ങൾക്കും അയാൾക്ക് കിട്ടുന്നു. പക്ഷേ ഈ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ പരമമായ രഹസ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തുള്ള വലിയൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് അദ്ദേഹം അയക്കപ്പെടുന്നു. അപ്പോൾ ഗുരു സന്യാസി എന്നൊക്കെ കേട്ടപ്പോൾ മൂപ്പര് വിചാരിച്ച് മൂപ്പര് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന ഒരു സന്യാസി ആയിരിക്കും, അല്ലെങ്കിൽ കാട്ടിലോ മറ്റോ ഇരിക്കുന്ന സന്യാസി ആയിരിക്കും, കുടിലോ മറ്റോ ഇരിക്കുന്ന ആളായിരിക്കും വിചാരിച്ചു. പക്ഷേ ആ സന്യാസിയുടെ ആസ്ഥാനത്ത് ചെന്നപ്പോൾ അത് ആ നാട്ടിലുള്ള ഏറ്റവും വലിയ ഒരു സമ്പന്നൻ്റെ വീട് പോലെ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കൊട്ടാരം പോലെ ഉള്ളൊരു വസതിയായിരുന്നു. അവിടെ കാർണിവലിന് സമാനമായ പല പരിപാടികളും അവിടെ നടക്കുന്നു. ആ ഗുരുവിനെ കാണാൻ ഒരുപാട് ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്, വരി നിൽക്കുകയാണ് ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട്, ഗുരുവിൻ്റെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട്, ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവനും ആ ക്യൂവിൽ പോയി നിന്നു. നിന്ന് അവസാനമായിട്ട് ഗുരുവിനെ ഇവൻ കാണുന്നു. അപ്പോൾ ഗുരു ചോദിക്കുന്നു, എന്താണ് വരവൻ്റെ ഉദ്ദേശം? അപ്പോൾ ഇവൻ പറയുന്നു, ശരിയായ ആനന്ദത്തിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഗുരു എനിക്കത് ഉപദേശിച്ചു തരണമെന്ന് പറയുന്നു. നിൻ്റെ ചോദ്യം നല്ല ചോദ്യമാണ്, അതിനുള്ള മറുപടിയൊക്കെ ഞാൻ തരാം. പക്ഷെ നീ ആദ്യം ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടുവാ എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഗുരു പറയുന്നത് അനുസരിക്കുന്നവൻ, ശരി, ഞാൻ കൊട്ടാരമൊക്കെ ഒന്ന് കാണുന്നുണ്ട് എനിക്കും, അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കണ്ടുവരാം എന്ന് പറയുന്നു. അതിന് മുമ്പായിട്ട് ഗുരു വേറൊരു കാര്യം കൂടെ പറയുന്നു. അവൻ്റെ കയ്യിലൊരു സ്പൂണ് വെച്ച് കൊടുത്തിട്ട് അതിൽ ആ സ്പൂൺ നിറയെ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. നീ ചുറ്റി നടന്ന് കാണുന്നതിനിടയ്ക്ക് ഈ സ്പൂണും എണ്ണയും കൂടെ നീ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് അവനെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ അവൻ ആ കൊട്ടാരം മുഴുവൻ നടന്ന് കാണുകയാണ്. ഗംഭീരമായ കൊട്ടാരം, വിശാലമായ കൊട്ടാരം, വളരെ മനോഹരമായ കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നു. ആ കൊട്ടാരത്തിന് പലയിടത്തും പല കലാപരിപാടികളും നടക്കുന്നു. അതെല്ലാം കാണാൻ ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്നു. പല ഉദ്യാനങ്ങളുണ്ട്, പല പൂക്കളും പക്ഷികളും പൂമ്പാറ്റകളും എല്ലാം കണ്ട് കറങ്ങി നടന്നു വന്നു. അവസാനം ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരു ചോദിച്ചു, കൊട്ടാരം മുഴുവൻ കണ്ടോ? അപ്പോൾ ഇവൻ ആഹ്ലാദത്തോടെ കൊട്ടാരം മുഴുവൻ കണ്ടു. ഗുരു എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ തക്ക കാഴ്ചകളെല്ലാം ഒപ്പിയെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഗുരു ചോദിച്ചു, നിൻ്റെ സ്പൂണിലെ എണ്ണ എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. ആ സ്പൂണിൽ ഗുരു തന്നയച്ച എണ്ണ ഒരു തുള്ളി പോലും ബാക്കിയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, സാരമില്ല, നീ ഒന്നുകൂടി ഈ കൊട്ടാരം മുഴുവനൊന്ന് കറങ്ങി വാ, ഞാൻ നിനക്ക് ഒരു സ്പൂൺ എണ്ണ കൂടി തരാമെന്ന് പറഞ്ഞു. പക്ഷേ നീ അത് ഒരു തുള്ളി പോലും പാഴാക്കരുത്, കളയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ സമ്മതിച്ചു. വീണ്ടും ഒരു സ്പൂണ് എണ്ണയായിട്ട് അവൻ വീണ്ടും കൊട്ടാരം മുഴുവൻ ചുറ്റിയടിച്ച് വന്നു. കാഴ്ചകൾ കണ്ടോ എന്ന് ചോദിച്ചു ഗുരു. അപ്പോൾ അവൻ പറഞ്ഞു, എണ്ണ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാഴ്ചകളൊന്നും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല, ഞാൻ ഒരു കാഴ്ചയും കണ്ടില്ല, ഞാൻ എണ്ണ മാത്രമായിരുന്നു കണ്ടതെന്ന്. അപ്പോൾ ആ ഉത്തരം പറഞ്ഞതോടുകൂടി അവൻ തേടി വന്ന ഉത്തരം, അവൻ തേടി വന്ന പൊരുൾ കിട്ടിയാണ്. ആ ഗുരു ആ പൊരുളിനെക്കുറിച്ച് അവനോട് വിശദീകരിക്കുന്ന രംഗമൊന്നും ആ ബുക്കിലില്ല. പോകെ പോകെ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവനെ അതിൻ്റെ പൊരുളിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ, ആ മൂല്യമായിട്ടുള്ള ഗുരു സൂക്ഷിക്കാൻ പറഞ്ഞ ആ സംഗതി അത് നഷ്ടപ്പെടുത്താതെ ഈ ലോകത്തെ മുഴുവൻ നമ്മൾ രസിക്കുകയും അനുഭവിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ മൂല്യവത്തായ അർത്ഥം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഈ സമൂഹമായി ബന്ധപ്പെടുത്തി അത് കാണുമ്പോൾ നമ്മുടെ മൂല്യങ്ങളെല്ലാം തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. നമ്മുടെ സ്പൂണിൽ ഒരു തുള്ളി പോലും എണ്ണ ബാക്കിയില്ല. ഇനി നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ സ്നേഹവും വിശ്വാസവും പരസ്പര സഹകരണവും ബന്ധങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെല്ലാവരും ഒറ്റയ്ക്കായിരിക്കുന്നു. ആ മൂല്യച്യുതി ആണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഗതികെട്ട ഈ ഒരു സമൂഹത്തിൻ്റെ, ഈ കൊലപാതകങ്ങളും അക്രമങ്ങളും പെരുകുന്ന ഈ സമൂഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം. ആ മൂല്യങ്ങളെല്ലാം ഇനി നമ്മൾ എങ്ങനെ തിരിച്ചു പിടിക്കുന്നുള്ള ആകുലതയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. നമുക്ക് ശിക്ഷകളോടുള്ള പേടിയില്ലായ്മ, അത് തന്നെയാണ് വലിയ കാര്യം. അത് കടുപ്പിച്ചേ മതിയാവും.
കാരണം ഇനി നല്ല ഉപദേശങ്ങൾ കൊണ്ടൊന്നും ഈ സമൂഹത്തിന് തിരുത്താൻ പറ്റില്ല. കടുത്ത ശിക്ഷകൾ, തെറ്റ് ചെയ്യുന്നവന് പേടി തോന്നണം ശിക്ഷ കണ്ടിട്ട്. മാതൃകാപരമായ ശിക്ഷ, കടുത്ത ശിക്ഷകൾ കൊടുക്കണം. അത്തരം ശിക്ഷാരീതി കാണുമ്പോൾ മാത്രമേ കുറ്റവാസന കുറയാൻ വഴിയുള്ളൂ. ഈ മൃഗവാസന മാറ്റാൻ അതേ വഴിയുള്ളൂ.